വെൽക്കം ടു കലവില ക്രിയേറ്റീവ്. നമ്മൾ ക്ലാഷ് ഓഫ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഓഗസ്റ്റ് 14 വാർ 2 കൂലി ക്ലാഷ് വരാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇന്ത്യ കണ്ട വലിയൊരു ക്ലാഷ് സീസൺ തന്നെയാണ്. കാരണം ഇപ്പൊ മുമ്പത്തൊക്കെ നോക്കുകയാണെങ്കിലും ഇപ്പൊ ഡെങ്കി വേഴ്സസ് സലാർ ആണെങ്കിലും അതല്ല വന്നത്. പക്ഷെ അത് ഡെങ്കി ഒരു നോർമൽ ഫിലിം ആയിരുന്നു, ഒരു പ്രോപ്പർ കമേഴ്ഷ്യൽ ഷാറൂഖ് ഖാൻ ഫിലിം ആയിരുന്നില്ല. പക്ഷെ ഇത് നോക്കുമ്പോൾ രണ്ടും കമേഴ്ഷ്യൽ ഫിലിം ടൈപ്പ് ഫിലിംസ് ആണ്. എന്താ പ്രതീക്ഷകൾ സത്യം പറഞ്ഞാൽ? സിനിമയെ സംബന്ധിച്ചിടത്തോളം വാർ 2 എന്ന് പറഞ്ഞത് IRF സ്പൈ യൂണിവേഴ്സിൽ വരുന്ന നെക്സ്റ്റ് ഫിലിമാണ്. അത് ഹൃതിക് റോഷൻ, ജൂനിയർ NTR പോലെ രണ്ട് പവർഫുൾ ആക്ടേഴ്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ സിനിമ ഡയറക്ട് ചെയ്യുന്നത് അയാൻ മുഖർജിയാണ്. അദ്ദേഹം ബ്രഹ്മാസ്ത്ര കഴിഞ്ഞിട്ട് വരുന്ന സിനിമയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ, തൊട്ടപ്പുറത്തെ സൈഡ് ലൊക്കേഷന്റെ അടുത്ത പടം അത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒപ്പം. രജനീകാന്ത് മാത്രമല്ല അതില് വരുന്നൊരു നാഗാർജുന മുതൽ ഉപേന്ദ്ര വരെ, സൗബിൻ ഷാഹിർ വരെ, ആമിർ ഖാൻ വരെ, പിന്നെ വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും. പിന്നെ അപ്പോ അത് രണ്ട് ജയന്റ് ഫിലിംസ്, രണ്ട് ബഡ്ജറ്റ് വൈസും വലിയ സിനിമകളാണ് രണ്ടും. അപ്പൊ ആ സിനിമകൾ രണ്ടും നേർക്ക് നേരെ വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബോക്സ് ഓഫീസ് സാധ്യത ആദ്യം പരിശോധിക്കും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ജൂനിയർ NTR അഭിനയിക്കുന്നതുകൊണ്ട് തെലങ്കാന ആന്ധ്ര ഏരിയയില് വാർ 2-ന് അതിന് നല്ല സാധ്യതയുണ്ട്, ബിസിനസ് സാധ്യതയുണ്ട്. അദ്ദേഹം അവിടുത്തെ പ്രോപ്പർ സ്റ്റാർ ആണ്. അതെ, ഹൃതിക് റോഷൻ ആണെങ്കിൽ നോർത്തിലും അതേമാതിരി തന്നെ കൂലിയിൽ വരുമ്പോ ഇവിടെ കർണാടക സൈഡിലും ഇപ്പൊ ഉപേന്ദ്ര ഉണ്ട്, തെലങ്കാന ആന്ധ്രാപ്രദേശില് നാഗാർജുന ഉണ്ട്, നമ്മുടെ സൗബിൻ ഉണ്ട്, പിന്നെ സൂപ്പർ സ്റ്റാർ ഉണ്ട്. പിന്നെ അതിന് ഒരു ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത മനുഷ്യനാണ്, എല്ലാവരും പോകുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ ലൊക്കേഷന്റെ ഒരു ഫാൻ ബേസ് അത് പ്രത്യേകം പറയാനുള്ളത്. പിന്നെ നോർത്തിൽ പിടിക്കാൻ അമീർ ഖാൻ കൊണ്ടുവന്നു. അപ്പൊ അമീർ ഖാൻ ഈ പ്രൊജക്ടിൽ വരുന്നത് ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്താണ്. ലൊക്കേഷൻ അടുത്ത സിനിമ അമീർ ഖാനായിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോ അമീർ ഖാന്റെ ഒരു ക്യാമിയോ നമ്മളിപ്പോ ട്രെയിലർ വന്നപ്പോ നമ്മൾ കണ്ടു. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാമിയോ റോൾ തന്നെയാണ്. 15 മിനിറ്റ്. അപ്പൊ സിനിമയുടെ ആദ്യത്തെ രണ്ട് സിനിമകളുടെയും ബിസിനസ് സംബന്ധിച്ച കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ സിനിമ നന്നാവണം രണ്ടും. ഒരു സിനിമ അതെ ഒരു സിനിമ നെഗറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഈ രണ്ട് സിനിമ നെഗറ്റീവ് റിപ്പോർട്ട് വന്നാലും പറയണ്ട. ഇത് രണ്ട് സിനിമ ഹിറ്റ് ആവുമ്പോഴാണ് ഇതൊരു ക്ലാഷ് ആവുന്നത്. മറ്റേത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളി ഇല്ലാതെ ഒരാൾ നിന്ന് ഇതാവുന്ന തരത്തിലേക്ക് പോകും. അപ്പോ ഇതിന്റെ 1000 crores എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു നമ്പേഴ്സിന്റെ കാര്യം പറയുന്നത്, തമിഴിലാണെന്നുണ്ടെങ്കിൽ ഒരു 1000 crore ഫിലിം ഇല്ല. പക്ഷെ ഈ നമ്പേഴ്സിന്റെ കാര്യത്തിൽ നിന്ന് ഉപരിയായിട്ട് നമ്മുടെ സിനിമയുടെ ഒരു ക്വാളിറ്റിയിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധ വെക്കേണ്ടത്. അല്ല, അതിൽ തമിഴ് സിനിമയിൽ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത് നമ്പേഴ്സ് ആക്കാൻ പറ്റും. അവര് തിയേറ്റർ കളക്ഷൻസ് മാത്രം പറയുന്നുണ്ട്, അത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ OTT മറ്റു ഡീൽസ് ഒന്നും അവർ അതിനെ പറയുന്നില്ല. പറയാച്ച അവർക്കത് മാത്രല്ല, ഇപ്പൊ മറ്റ് സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് പ്രൈസ് അവർ ഹൈക്ക് ചെയ്യും. കാരണം അത് നമ്മുടെ നാട്ടിലും റിലീസ് ടൈമിൽ അവർ ടിക്കറ്റ് പ്രൈസ്, ഇത് നോർത്തിൽ കുറച്ച് അധികമാവാനാണ് ചാൻസ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ 2-നെ സംബന്ധിച്ചിടത്തോളം ഓവർസീസ് മാർക്കറ്റ്സ് ഭയങ്കരമായിരിക്കും. യാഷാസ് ഫിലിംസ് ആണ്. അപ്പൊ അവര് ഹിന്ദി ഫിലിംസിന് അല്ലെങ്കിലും ഓവർസീസ് മാർക്കറ്റ് ഭയങ്കര ആയിരിക്കും. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്ക്രീൻസ് ഐമാക്സ് അവർക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ 1000 കോടി കളക്ട് ചെയ്ത് എല്ലാ സിനിമ നോക്കിയാലും നോർത്തിലാണ് സിനിമ ഏറ്റവും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമാണ്. കാരണം കൂലിക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിനിമ നോർത്തിൽ നിന്ന് കളക്ട് ചെയ്തേ പറ്റുള്ളൂ. അമീർ ഖാൻ ഉണ്ട്, അതാണ് പ്രതീക്ഷ. ഇപ്പൊ ഇതിന്റെ ക്രൂ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇപ്പൊ അയാൻ മുഖർജി, ലോകേഷ് കനകരാജ് പോലെ രണ്ട് മെയിൻ ഡയറക്ടേഴ്സ് അല്ലാതെ ഇപ്പോ അനിരുദ്ധാണ് ഇവിടെ മ്യൂസിക് ഡയറക്ടർ. അനിരുദ്ധ് ഫുൾ ഫോമിലാണ്. എല്ലാ തരത്തിലും അനിരുദ്ധ് ചെയ്യണ എല്ലാ പ്രോജക്റ്റുകളും അനിരുദ്ധിന്റെ വർക്ക് വേറെ എടുത്ത് കാണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രീതമിന്റെ കാര്യം. അവിടെ പ്രീതം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോ ഏറ്റവും ഡിമാൻഡ് ഉള്ള, അതായത് ധൂമിലുണ്ട് തുടങ്ങിയ ആള് ഇപ്പൊ വലിയ വലിയ സിനിമകൾ ഏത് വന്നു കഴിഞ്ഞാലും അദ്ദേഹം തന്നെയാണ് മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളത്. ഈ സ്പൈ യൂണിവേഴ്സിന് പറ്റിയ വർക്ക് പുള്ളി ചെയ്യുന്നത്. പിന്നെ ഇതില് ക്യാമറ നമ്മുടെ DOP ആയിട്ട് വാറിന്റെ ക്യാമറമാൻ ബെഞ്ചമിൻ ജാസ്പർ തന്നെയാണ്. ഇവിടെ നമ്മുടെ ഗിരീഷ് ഗിരീഷ് ഗംഗാധരൻ
വിക്രത്തിന് ശേഷം ലോകേഷിന്റെ ഒപ്പം വരുന്ന സിനിമ. അപ്പൊ നല്ല ചേസിംഗ് സീൻ കാണാൻ പറ്റട്ടെ. ചേസിംഗ് സീന്റെ കാര്യം പറയുമ്പോ കിങ്ഡത്തില് നമ്മൾ ചേസിംഗ് സീൻ കണ്ടപ്പോ തന്നെ ഗിരീഷിന്റെ ഫ്രെയിം നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഗിരീഷിനെ പറഞ്ഞു അത്. അപ്പോ ഗിരീഷിനെ പോലുള്ള ഒരാളും പിന്നെ ഇതിന്റെ തിരക്കഥയുടെ കാര്യം ലോകേഷ് കനകരാജ് ഇവിടെ സ്ക്രിപ്റ്റ് എഴുതുന്ന അവിടെ സ്റ്റോറി ആദിത്യ ചോപ്ര ആണെങ്കിലും സ്ക്രീൻ പ്ലേ എഴുതാനുള്ള കാര്യത്തില് ശ്രീധർ രാഘവനാണ്. അത് ശ്രീരാം രാഘവൻ. അന്താദുൻ ഡയറക്ടർ ശ്രീരാം രാഘവന്റെ ബ്രദറാണ് ഈ ശ്രീധർ രാഘവൻ. ശ്രീധർ രാഘവൻ തന്നെയാണ് വാറിന്റെ ദേവി. അപ്പോ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് നമുക്ക് കിട്ടും ആ സ്ക്രിപ്റ്റിൽ. അതായത് ഒരാളുടെ കഥയിൽ വേറെ ആൾ കൈവയ്ക്കുമ്പോഴല്ലേ ഈ പ്രശ്നം വരുള്ളൂ. റൈറ്റർ കറക്റ്റ് ആണ്, നല്ലൊരു ഡയറക്ടർ കൊണ്ടു വെച്ചു. അതായത് ഇപ്പൊ വാറിന്റെ ഡയറക്ടറുടെ കാര്യത്തിലുണ്ട്. ഫസ്റ്റ് പടം സിദ്ധാർത്ഥാനന്ദാണ് ഡയറക്ട് ചെയ്തത്. രണ്ടാമത്തെ പടം വരുമ്പോ അയാൻ മുഖർജിക്ക് വന്നു. അത് അയാൻ മുഖർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഹ്മാസ്ത്ര കണ്ട ആൾക്കാർക്ക് അറിയാം ന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും കുറച്ച് പറഞ്ഞു. പക്ഷെ ട്രെയിലർ വന്നു നോക്കുമ്പോ അതിന്റെ കുറച്ചും കൂടി പിന്നെ ഒരുപാട് ഫോറിൻ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പോ ബിസിനസ് ആയിക്കോട്ടെ, ക്രൂ ഡീറ്റെയിൽസ്, വമ്പന്മാര് പിന്നണിയിലുണ്ട്, കാസ്റ്റ് അപ്ഡേറ്റ്. അതിപ്പോ ജൂനിയർ NTR, ഹൃതിക് റോഷൻ കഴിഞ്ഞ കയർ അദ്വാനി, അശുതോഷ് റാണ തുടങ്ങിയ എല്ലാ ആൾക്കാരും, ക്യാമിയോസ്, സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, ആര് വേണമെങ്കിലും വരാം. ദീപിക, കത്രീന കൈഫ് തുടങ്ങിയ ആർക്കും വരാം. കബീർ എന്ന് പറഞ്ഞിട്ടുള്ള പേര് മെൻഷൻ ചെയ്തപ്പോ തന്നെ തിയേറ്ററിൽ ഇപ്പോ ഇതിലത്തെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവര് ഈ സ്പൈ യൂണിവേഴ്സ്, വൈർ ഓഫ് സ്പൈ യൂണിവേഴ്സ് തുടർന്നു പോരുന്ന ഒരു ടെംപ്ലേറ്റ് രീതിയുണ്ട്. അത് ആ സിനിമയുടെ തിരക്കഥയ്ക്ക് അത്ര ഉപകരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ വാർ 2ന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ രണ്ട് പ്രോപ്പർ സ്റ്റാറാണ്. ഒരാൾക്ക് പ്രോപ്പർ വില്ലനായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ 10 ജോൺ എബ്രഹാമിന് കാണിച്ച പോലെ കാണിക്കാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പ്രൊഡക്റ്റ് ആയിട്ട് ആന്ധ്രയ്ക്ക് ചെല്ലാൻ പറ്റില്ല. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇവരെ സ്പൈ യൂണിവേഴ്സിന്റെ ഒരു പ്രോപ്പർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ ആദ്യം കാണിക്കണം. വില്ലൻ പറഞ്ഞു ഞാൻ ഈ നാട് നശിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ടൈപ്പ് എന്തെങ്കിലും കിട്ടും. അപ്പോ അവിടുത്തെ ഈ ഏജൻസിത്തെ ഏറ്റവും വലിയ ആള് പറയും ഇയാളെ പിടിക്കാൻ ഒരാളുള്ളൂ, അയാൾ വരുത്താമെന്ന് പറയും. അയാൾ വരും, അയാളുടെ കൂടെ തന്നെ നായിക വരും. നായികയുടെ ഒപ്പമോ നായിക ഇല്ലാതെയോ ഇയാൾ അയാളെ തോൽപ്പിക്കും എന്നുള്ളൊരു സംഭവം. ഇതെല്ലാം ഇതിന്റെ ഒരു ക്യാമിയോ ഉണ്ടാവും. അപ്പൊ ഇത് കറക്റ്റ് ഒരു ഇതല്ല. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കൂലിയുടെ കാര്യം പറയുമ്പോൾ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടൊരു ഐഡിയ ആർക്കും ഇല്ല. അതിപ്പോ ട്രെയിലർ കണ്ടു നോക്കുമ്പോൾ ഇത് സയൻസ് ഫിക്ഷൻ സിനിമയാണ് നടക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ടൈം ട്രാവൽ സിനിമ വരെ കണ്ടുപിടിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ആ സിനിമ തുടക്കം മുതൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡ് സ്മഗ്ലർ കഥയാണ് എന്നുള്ളത് ഇതിനെ പറ്റിയിട്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ടീച്ചർ കാണിച്ചു, പിന്നെ പൊതുവെ ആ ഗോൾഡ് നിറത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷേ ട്രെയിലർ വന്നപ്പോ ആ ഗോൾഡ് നിറത്തിലൊക്കെ ബ്ലഡ് ലൈൻസും അങ്ങനെയാണ്. ട്രെയിലറില് ഗോൾഡ് കാണിച്ചിട്ടില്ല, ഗോൾഡ് എവിടെയും കാണിച്ചിട്ടില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടോറിയായിട്ട് ബന്ധപ്പെട്ട കഥയാണെന്നുള്ള തരത്തിൽ നമുക്ക് കാണാൻ. പക്ഷെ എന്നാലും നമുക്ക് അതിന്റെ പ്രോപ്പർ കഥ നമുക്കറിയില്ല. പക്ഷെ രജനീകാന്തിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ അതില് നെഗറ്റീവായിട്ട് കാണിച്ച സംഗതി പോസിറ്റീവായിട്ട് ആക്കി നോക്കിയപ്പോ കാണിച്ച കണ്ട ഒരു സംഗതി ഉണ്ട്. അതിൽ ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഫേസ് ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല. കാരണം ഞാൻ ആദ്യം കണ്ട സിനിമ ശിവാജിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ ഫേസ് കണ്ടിട്ടില്ല. അത് അല്ല, അത് ഞാനും കണ്ടിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പൊ രജനീകാന്തിന്റെ ഫസ്റ്റ് സിനിമ ബാദ്ഷ മുതലൊക്കെ ഇത് ശരിക്കും മീൻസ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കഴുകുമോ ആ ടൈമിലൊക്കെ ഉള്ള മാതിരി അത് ശരിക്കും അത് കറക്റ്റ് അദ്ദേഹം ചെയ്യാറുള്ള ഒരു സാധനമാണ്. അതപ്പോ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകേഷ് ട്രെയിലറിൽ കാര്യമായിട്ട് ഒന്നും കാണിച്ചിട്ടില്ല. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലറിൽ ഇപ്പൊ ലിയോയുടെ ട്രെയിലറിന് ഞാൻ ഒരു കാര്യം പറയാം. ലിയോയുടെ ട്രെയിലർ എല്ലാവർക്കും ഇഷ്ടമായി, മമ്പൻ ട്രെയിലർ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ വന്ന് നോക്കുമ്പോ പലർക്കും ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ട്രെയിലറിന്റെ ഒരു സംഗതി കിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് അതിനു മുമ്പ് ഇറങ്ങിയ ഇപ്പോ വിക്രത്തിന്റെ ട്രെയിലർ നല്ല ഉഗ്രൻ ട്രെയിലറാണ്.
ഓൾമോസ്റ്റ്. കമൽഹാസൻ കുറെ കാലത്തിന് ശേഷം വരുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ കുറെ ആൾക്കാർക്ക് അതിനോട് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതെ അതെ, കുറെ ആൾക്കാർ ലോകേഷിന്റെ കാര്യം കൊണ്ട് അത് പ്രതീക്ഷ മാത്രം ഉണ്ടായിരുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ആ ട്രെയിലറിലും കഥേനെ പറ്റിട്ടൊരു ഐഡിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതിലും കഥേനെ പറ്റിട്ടൊരു ഐഡിയ ഇല്ല. അത് LCUലേക്ക് കൊണ്ടുവന്നതാണ് അതിലത്തെ ഡയറക്ടറുടെ കഴിവായിട്ട് അതെ, അതെ, വിചാരിക്കുന്നത്. അപ്പൊ ഇത് LCU അല്ലാന്ന് ലോകേഷ് പറയുന്നു, ഒരു സ്റ്റാൻഡ് അലോൺ അതെ, ഫിലിം ആ ആണെന്ന് ഉറപ്പാണ് പറയുന്നു. നമുക്ക്. അപ്പൊ പക്ഷെ ഇതിലത്തെ സ്റ്റാർ കാസ്റ്റ് വെച്ച് നോക്കുമ്പോ ഇത് തന്നെ വലിയ വേറൊരു അല്ല, യൂണിവേഴ്സ് ഉണ്ടാക്കാനുള്ള അതെ, ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും വലിയ സിനിമയാണ്. ആണ്. കാരണം ഇത്രയും പ്രഷർ ഉണ്ടാവും, കാരണം ഇത്രയും ആക്ടേഴ്സിന് ഡീൽ ചെയ്യണം അദ്ദേഹം, ബഡ്ജറ്റ് വൈസും ബഡ്ജറ്റ് വൈസും. സൺ പിക്ചേഴ്സ് നിർമ്മിച്ച ഏറ്റവും budget ചെലവേറിയ അതെ, സിനിമകളിൽ സൺ ഒന്നാണ്. പിക്ചേഴ്സിന്റെ ഒരു കാര്യം, അവര് ഭയങ്കരമായിട്ട് ഡയറക്ടേഴ്സിനെ പ്രഷർ ചെയ്യാറുണ്ട്, ഡേറ്റിന് വെച്ചിട്ടും പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും. പക്ഷെ റീസെന്റ് അവര് കുറച്ച് കാലമായിട്ട് നോ പ്രഷർ, ഡയറക്ടർ ഷൂട്ട് കഴിച്ചതിന് ശേഷം ഡേറ്റ് അതെ, അത് ജയിലറിൽ വന്നാന്ന് ഞാൻ പറയും. അതെ, ജയിലറിൽ എന്താന്ന് വന്ന വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. ജയിലറിന്റെ തൊട്ട് മുമ്പ് നെൽസന്റെ മുകളിൽ വന്ന Pressure. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീസ്റ്റ് കഴിഞ്ഞിട്ട് നെൽസന്റെ മുകളിൽ ഒരുപാട് പ്രഷർ വരും. പിന്നെ നെൽസൺ ആരും മൈൻഡ് ചെയ്യാത്ത തരത്തേക്ക് അതെ. ആ സംഗതി പോയി. സിനിമയിൽ നെൽസനെ മാറ്റുന്നടക്കം ഇന്ന് ഉണ്ടായിരുന്നു. വന്നു. പക്ഷെ ജയിലർ വന്നതിന് ശേഷം ആ ഡയറക്ടർ ഒരു വൻ തിരിച്ചു വരും. അത് ഇപ്പൊ പിന്നെ അയാളാണ് ബ്രാൻഡ്, കാരണം അയാളിപ്പോ NTR വരെ അടുത്ത NTR വരെ അടുത്ത കൊടുത്തിരിക്കുകയാണല്ലോ. കാരണം രജനീകാന്തിനെ ഡയറക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡയറക്ടറാണ് പുള്ളി. അതെ അതെ നമുക്ക് ഇനിയിപ്പോ ലോകേഷിന്റെ രജനീകാന്തിനെ കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ടിപ്പിക്കൽ ടെംപ്ലേറ്റിലുള്ള ഒരു രജനീകാന്തിനെ നമുക്ക് കാണാൻ പറ്റില്ല തോന്നുന്നു. കുറച്ചൊന്ന് പൊളിച്ചടക്കി വേറെ അല്ല, ഇത് ടൈപ്പിലായിരിക്കും. സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോ തന്നെ അതെ അതെ. അപ്പോ സിനിമ ഇറങ്ങി അതിന്റെ ക്ലാഷ് വരികയും ചെയ്യുമ്പോൾ നല്ല കണ്ടന്റ് ഉള്ള നല്ല രസകരമായിട്ടുള്ള സിനിമ തന്നെ നന്നായി പോട്ടെ. അല്ല, രണ്ട് സിനിമ നന്നാവട്ടെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് രണ്ട് സിനിമ കാണണം എന്തായാലും. അല്ല, രണ്ട് സിനിമ എന്തായാലും നമ്മൾ കാണും. എല്ലാവരും ഏത് സിനിമയാണ് FD കാണാൻ വേണ്ടി പ്രിഫർ ചെയ്യണമെന്ന് അറിയില്ല. അതൊന്ന് കമന്റ് ചെയ്യല്ലോ.